നമസ്കാരം, ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗ്യാമറ്റോജെനസിസ് അങ്ങനെ കുറേ ടോപ്പിക്സ് ആണ് നമ്മൾ തീർത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്? ഫീമെയിൽ പ്രൈമേറ്റ്സിന്റെ അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ഫീമെയിൽസ് അല്ലെ, ഫീമെയിൽ പ്രൈമേറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് അതിനെ പറയുക. ഓക്കെ, ഇപ്പം പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പം ഹ്യൂമൻസ് ഉണ്ടാവും, മങ്കീസ്, ഏപ്സ്, ഇതൊക്കെ എന്താണ്? പ്രൈമേറ്റ്സ് ആണല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഫസ്റ്റ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടി എന്ന് പറയുന്നൊരു ഏജ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പീരീഡിനെ പറയുന്ന പേര് മീനാർക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ മീനാർക്ക് എന്നാണ് ഫസ്റ്റ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു പീരീഡിനെ പറയുന്നത്. മെൻസ്ട്രേഷൻ സീസസ് അറ്റ് അറൌണ്ട് 50 years ഓഫ് ഏജ് അല്ലെ. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? ഏകദേശം 50 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ആ ഒരു ഏജിനെ പറയുന്ന പേരാണ് മീനോപോസ്. അപ്പൊ പോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസിനെ പറയുന്നത് മീനാർക്ക് എന്നും അത് സ്റ്റോപ്പ് ചെയ്യുന്നതിനെ മീനോപോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സൈക്ലിക് മെൻസ്ട്രേഷൻ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ മീനാർക്ക് ആൻഡ് മീനോപോസ്. അപ്പോൾ മീനാർക്കിനും മീനോപോസിനും ഇടയിൽ സൈക്ലിക് ആയിട്ട് നടക്കുന്ന ഈ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്, സൂചനയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മീനാർക്ക് മുതൽ മീനോപോസ് വരെ ഇത് എന്ത് ചെയ്യുന്നു? എല്ലാ മന്ത്ലി ഇത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിക് ആയിട്ട് നടക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു എന്താണ് റീപ്രൊഡക്റ്റീവ് ഫേസിന് ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്ക് പറയാം. ഹ്യൂമൻ ഫീമെയിൽസിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് ഏകദേശം എന്താണ് ഒരു 28 to 29 ഡേയ്സിനാണ് എന്ത് ചെയ്യുന്നത്? ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ 28 ഡേയ്സ് ആണ് അപ്പൊ നമ്മൾ വെച്ച് നോക്കുന്നത്. അടുത്ത ഫസ്റ്റ് ഡേ ആകുമ്പോൾ വീണ്ടും നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, the menstrual cycle may be said to be combination of ovarian and uterine cycle. അപ്പോൾ menstrual cycle എന്ന് പറയുന്നത് രണ്ട് സൈക്കിളിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ovarian സൈക്കിളും നെക്സ്റ്റ് വൺ യൂട്രൈൻ സൈക്കിളും. ഫസ്റ്റ് ഇവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഓവറിയിലാണ്. നമുക്കറിയാം നമ്മുടെ ഫീമെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽസ് എന്ന് പറയുന്നത് ഓവറീസ് ആണ്. ആ ഓവറീസിലാണ് നമ്മുടെ ഓവം എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഓവറിയിലാണ്. അപ്പോൾ ഓവറിയിൽ നമ്മുടെ ഈ ഓവത്തിന് കുറേ ചേഞ്ചസും കുറേ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതാണ് ഒവേറിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഓവം വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബുകളിലൊക്കെ വന്ന് അത് ഫെർട്ടിലൈസ്ഡ് ആയ പിന്നെ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ യൂട്രസിലാണ്. അപ്പോൾ ഈ ഒവേറിയൻ സൈക്കിളും അതുപോലെ തന്നെ യൂട്രസിൽ നടക്കുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. അതിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഏതെന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ മാത്രം ഒവേറിയിൽ മാത്രം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, യൂട്രസിലും കൂടെ വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഓരോ ഫേസസിനെ കുറിച്ചാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് ഓരോ ഫേസസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഫേസിനെ പറയുന്ന പേര് ബ്ലീഡിംഗ് ഫേസ് ഓർ മെൻസ്ട്രൽ ഫേസ് എന്നാണ്. സെക്കൻഡ് ഫേസിനെ പറയുന്നത് ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ്. തേർഡ് ഫേസിനെ പറയുന്ന പേരാണ് ഓവുലേറ്ററി ഫേസ്. ദെൻ ഫോർത്ത് ഫേസിനെ പറയുന്ന പേര് ലൂട്ടിയൽ ഫേസ് എന്നാണ്. ഇങ്ങനെ 4 ഫേസസ് ആണ് പ്രധാനമായിട്ടും മെൻസ്ട്രൽ സൈക്കിളിന് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് നമുക്ക് ബ്ലീഡിംഗ് ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ് നമുക്ക് നോക്കാം. പേര് പോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ ബ്ലീഡിംഗ് ഫേസ്. എന്താണ്? നമുക്ക് മെൻസ്ട്രൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഈ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ഫോർ 3 to 5 days അല്ലെ. ഇപ്പം ഡേ 1 മെൻസ്ട്രൽ ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രയാണ്? ഒരു 3 to 5 days ഒക്കെ ആയിരിക്കും ഈ ഒരു ഫേസ് കാണുക. Menstrual flow resulting due to the breakdown of endometrial lining of uterus and its blood vessels which forms liquid that comes out through the vagina. ഇത് എന്താണ് ഈ ഒരു മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ ആണ് പെരിമെട്രിയം, മിഡിൽ ലെയർ മയോമെട്രിയം, നെക്സ്റ്റ് വൺ ഏറ്റവും ലാസ്റ്റ് ഇന്നർ ലെയർ ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയയിൽ ഒരുപാട് ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ ഗ്ലാൻഡുലർ ടിഷ്യൂസും ഒക്കെ ഉള്ള ഒരു ലെയർ ആണ് നമ്മുടെ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിന്റെ ലൈനിങ് അല്ലെ, യൂട്രസിന്റെ ഈ ഒരു ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയം എന്ത് ചെയ്യുന്നു? ഈ സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൊഴിഞ്ഞ് വജൈന വഴി പുറത്തോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എൻഡോമെട്രിയത്തിൽ അത്രയും ബ്ലഡ് വെസൽസും എല്ലാം ഉള്ളത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, വജൈന വഴി പോകുമ്പോൾ അത്രയും ബ്ലീഡിംഗ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഇത് 3 to 5 days ആണ് ഇത് നിലനിൽക്കുന്നത്. മെൻസ്ട്രേഷൻ ഓൺലി ഒക്കേഴ്സ് ഇഫ് ദ റിലീസ്ഡ് ഓട്ടം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. അപ്പോൾ മെൻസ്ട്രേഷൻ നടക്കുന്നത് നമ്മുടെ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവം, ആ പ്രോസസ്സിനെ നമ്മൾ ഓവുലേഷൻ എന്ന് പറയും. ഓവുലേഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഓവം ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്, മെൻസ്ട്രേഷൻ നടക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ആ ഒരു ഓവം റിലീസ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടേക്ക് വരുന്നു, ഫെലോപ്പിയൻ ട്യൂബ്യൂളിൽ വരുന്നു. ഫെലോപ്പിയൻ ട്യൂബ്യൂളിൽ വരുമ്പോൾ ആ സമയത്ത് സ്പേംസ് വരികയാണെങ്കിൽ ആ ഒരു സ്പേംസുമായിട്ട് അവര് ഫെർട്ടിലൈസ്ഡ് ആവും. ഫെർട്ടിലൈസ് ആയ സൈക്കോട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നടക്കുന്നത് പ്രഗ്നൻസിയും അതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള ഇവന്റ്സും ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എന്തുണ്ടാവുന്നവരുണ്ട്, മെൻസ്ട്രേഷൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നടക്കാത്തവരുണ്ട്. അപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ എന്താണ്, അത് അല്ല എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രഗ്നൻസിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഈ ഒരു ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്, പുവർ ഹെൽത്ത് കണ്ടീഷൻ, വേറെ എന്തെങ്കിലും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിൽ എന്തെങ്കിലും ഡിലേയും അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടും ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് ഫേസിന് നമ്മൾ പറയുന്ന പേരാണ് ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ്. അപ്പോൾ ഫോളിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഓരോ സെൽസിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഈ ഒരു ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ്. ഒരുപാട് എന്ത് ചെയ്യുന്നു, പ്രോലിഫറേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ദ മെൻസ്ട്രൽ ഫേസ് ഈസ് ഫോളോഡ് ബൈ ഫോളിക്കുലർ ഫേസ്. മെൻസ്ട്രൽ ഫേസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫോളിക്കുലർ ഫേസ്. ഈ ഒരു ഫേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രൈമറി ഫോളിക്കിൾസ് എന്ത് ചെയ്യുന്നു, ഓവറിയിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഊജനസിസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ആദ്യം ഒരു പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ അതിന് ചുറ്റും സെക്കൻഡറി ഫോളിക്കിൾ ആവുന്നു, സെക്കൻഡറി ഫോളിക്കിളിന് ചുറ്റും പിന്നെ ടെറിഷറി ഫോളിക്കിൾ, ആൻഡ്രം, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഒക്കെ ഫോം ചെയ്യുമ്പോൾ ഒരു ആൻഡ്രം ഉണ്ടായി. പിന്നെ അത് മെച്ചുവർ ആവുമ്പോൾ ഗ്രാഫിൻ ഫോളിക്കിൾസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്രാഫിൻ ഫോളിക്കിളിനുള്ളിലാണ് ആരുള്ളത്, നമ്മുടെ ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം ഈ ഗ്രാഫിൻ ഫോളിക്കിളിനുള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള ഓവം പുറത്തോട്ട് വരുന്നത്, റിലീസ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഓവുലേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുക, പ്രൈമറി ഫോളിക്കിൾസ് എന്തായിട്ട് മാറും, ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട് മാറും. ആൻഡ് സൈമൾട്ടേനിയസ്ലി ദ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് റീജനറേറ്റ് ത്രൂ പ്രോലിഫറേഷൻ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ യൂട്രസിന്റെ എൻഡോമെട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങും, ഒരുപാട് സെൽസ് കൊണ്ട് പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും. യൂട്രസിന്റെ എൻഡോമെട്രിയം ഒരുപാട് പ്രോലിഫറേറ്റ് ചെയ്യും. കാരണം അവിടെ ഒരുപാട് സെൽസിനെയൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു നമ്മുടെ യൂട്രസിനെ ഒരു പ്രഗ്നൻസിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആക്കിയിട്ട് ഈ ഒരു യൂട്രസ് വെച്ചിരിക്കും. അപ്പൊ ഈ ഒരു ദീസ് ചേഞ്ചസ് ഇൻ ദ ഓവറി ആൻഡ് ദ യൂട്രസ് ആർ ഇൻഡ്യൂസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ലെവൽസ് ഓഫ് പിറ്റ്യൂട്ടറി ആൻഡ് ഓവേറിയൻ ഹോർമോൺസ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഹോർമോണൽ ലെവലൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതുപോലെ തന്നെ നമ്മുടെ ഓവേറിയൻ ഹോർമോൺസും ഒക്കെ എന്ത് ചെയ്യും, ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു സമയത്ത് അത് ഏതൊക്കെയായിരുന്നു ഹോർമോൺസ്, ഗൊണാഡോട്രോഫിൻസ് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൂട്ടനൈസിങ് ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പോലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്, ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഒരു ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടനൈസിംഗ് ഹോർമോണും കൂടെയാണ്. അപ്പോൾ സെക്രീഷൻസ് ഓഫ് ഗൊണാഡോട്രോഫിൻസ് ഇൻക്രീസസ് ഗ്രാജുവലി ഡ്യൂറിംഗ് ദ ഫോളിക്കുലർ ഫേസ്. അപ്പോൾ ഈ രണ്ട് ഫോളിക്കുലർ ഫേസിലും രണ്ട് ഹോർമോൺസിന്റെയും സെക്രീഷൻസ് എന്ത് ചെയ്യും, കൂടും. അതുപോലെ തന്നെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ആസ് വെൽ ആസ് സെക്രീഷൻസ് ഓഫ് ഈസ്ട്രോജൻ ബൈ ദ ഗ്രോയിങ് ഫോളിക്കിൾസ്. അപ്പോൾ ഈ ഒരു ഈസ്ട്രോജൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ലൂട്ടനൈസിംഗ് ഹോർമോൺസും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഫോളിക്കിൾ ഡെവലപ്മെന്റും അവിടെ ഉണ്ടാവും അല്ലെ. എന്ന് വെച്ചാൽ പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിളായി ഇങ്ങനെ അതിന്റെ ഒരു ഡെവലപ്മെന്റും ഉണ്ടായി. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഓവറിയിലുള്ള ആ ഒരു ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് ആ ഒരു ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറുന്നത്, മെച്ചുവർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നത്. ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾ ദ ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾ സെക്രേറ്റ് സ്റ്റീറോയിഡ് ഹോർമോൺ കാൾഡ് ഈസ്ട്രോജൻ. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഓവറി എന്ത് ചെയ്യുന്നു, ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺസ് ആണ് നമ്മുടെ
ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അതുപോലെ തന്നെ ലൂട്ടനൈസിംഗ് ഹോർമോൺസും. ഇതൊക്കെ നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ ഫോളിക്കിൾസിന്റെ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൈമറി ഫോളിക്കിൾസ് എന്തായിട്ട് മാറുന്നു, മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിൻ ഫോളിക്കിൾസ് ആയിട്ട് മാറുന്നു. ഈ സെയിം ടൈം തന്നെ നമ്മുടെ ഓവറി എന്ത് ചെയ്യുന്നു, സ്റ്റീറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും നമ്മുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്ട്രോജൻ എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന് വെച്ചാൽ എൻഡോമെട്രിയം പ്രോലിഫറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ ഈസ്ട്രോജൻ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. എൻഡോമെട്രിയം എന്ന് പറയുന്നത് യൂട്രസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എൻഡോമെട്രിയത്തിന്റെ പ്രോലിഫറേറ്റ്, അവിടെ സെൽസ് ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ ഈ ഒരു ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഹെൻസ് ദിസ് ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോൾഡ് പ്രോലിഫറേറ്റീവ് ഫേസ്. അതുകൊണ്ടാണ് ഈ ഒരു സൈക്കിളിനെ എന്തെന്ന് ഫോളിക്കുലർ ഫേസ് എന്നും അതുപോലെ തന്നെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്നും പറയുന്നത്. അപ്പോൾ ഫോളിക്കുലർ ഫേസിൽ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നു. പ്രൈമറി ഫോളിക്കിൾ മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ എൻഡോമെട്രിയത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ പ്രോലിഫറേഷനും നടക്കുന്നു യൂട്രസിൽ. ഈ ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 to 12 ഡേയ്സ് ആയിരിക്കും. നേരത്തെ ആദ്യം പറഞ്ഞ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 1 to 5 ഡേയ്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 8 to 12 ഡേയ്സ് ആണ് ഈ ഒരു പ്രോലിഫറേറ്റീവ് ഫേസ് നടക്കുന്നത്. നെക്സ്റ്റ് ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഏതെന്ന് പറയുന്നത്, ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഈ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ ലൂട്ടനൈസിംഗ് ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെയൊക്കെ ലെവൽ ഏറ്റവും പീക്ക് ലെവലായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്താണ് ഈ രണ്ട് ഹോർമോൺസിനും ലെവൽ ഏറ്റവും പീക്ക് ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ എക്സാക്ട് പറയുകയാണെങ്കിൽ അബൌട്ട് 14th ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും ഇത് കറക്റ്റ് 14th ഡേ അല്ല, ആ ഒരു 28 സൈക്കിളിന്റെ കാര്യമാണെങ്കിൽ കറക്റ്റ് ഒരു 14th ഡേ ആണ് എന്ന് പറയുന്നത് ഈ ഒരു ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അതുപോലെ തന്നെ ലൂട്ടനൈസിംഗ് ഹോർമോൺസിന്റെ ലെവല് പീക്ക് ലെവലിലായിരിക്കും. ഈ ഒരു സമയത്ത് എന്താണ്, ഇതിനെയാണ് നമ്മൾ റാപ്പിഡ് സെക്രീഷൻ ഓഫ് ലൂട്ടനൈസിംഗ് ഹോർമോൺ ലീഡ്സ് ടു മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദ മിഡ് സൈക്കിൾ ഓഫ് LH സർജ് എന്ന് വെച്ചാൽ ഈ ഒരു ഹോർമോൺസ് ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നിൽക്കും എന്ന് വെച്ചാൽ അത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ LH സർജ് എന്ന് പറയുന്നത്. അത്രയും ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്നു. അപ്പൊ ഈ ഒരു അത്രയും ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് എന്തിന് കാരണമാകുന്നു എന്ന് വെച്ചാൽ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യാൻ, പൊട്ടാൻ വേണ്ടി കാര്യമാകുന്നു. അപ്പോൾ നമുക്കറിയാം ഗ്രാഫിൻ ഫോളിക്കിളിനുള്ളിൽ ആരുണ്ട്, ഓവം ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ ഒരു ലൂട്ടനൈസിംഗ് ഹോർമോൺ ഇത്രയും പീക്കായി നിൽക്കുമ്പോൾ അതെന്തിന് കാരണമാകുന്നു, ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. പൊട്ടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇതിനുള്ളിലുള്ള ഓവം പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു 14th ഡേ അതാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫിൻ ഫോളിക്കിളുള്ളിൽ നിന്നും മെച്യൂർ ആയിട്ടുള്ള ഈ ഓവം എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓവുലേഷൻ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഓവുലേഷൻ എന്നാണ് പറയുന്നത്. ഓവുലേറ്ററി ഫേസ് ഇസ് എ ഷോർട്ടസ്റ്റ് ഫേസ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ. ഏറ്റവും ഷോർട്ടസ്റ്റ് ഫേസുമാണ് ഈ ഒരു ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഷോർട്ടസ്റ്റ് ഫേസ് ആണ്, 14th ഡേ ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇതെന്ന് പറയുന്നത് ലൂട്ടിയൽ സ്റ്റേജ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, the ovulation is followed by luteal phase during which the remaining parts of the graphene follicle transforms into corpus luteum. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാഫിൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് എന്തായിട്ട് മാറി, പൊട്ടിയിട്ട് അതിനുള്ളിൽ നിന്ന് ഓവം റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അവിടെ ഉള്ള ആ ബാക്കിയുള്ള ഗ്രാഫിൻ ഫോളിക്കിൾസ് ഇവിടെ എന്തായിട്ട് മാറുന്നു, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നുണ്ടായ ആ ഒരു ഗ്രാഫിൻ ഫോളിക്കിൾസിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറി, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറി. ഈ കോർപ്പസ് ലൂട്ടിയം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രറ്റ് ചെയ്യും. പ്രൊജസ്റ്റിറോൺ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രഗ്നൻസിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഇതെന്ന് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ അവിടുന്ന് ഓവറിൽ നിന്നും ഓവം ഒക്കെ റിലീസ് ചെയ്തു അല്ലെ, ഓവം റിലീസ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഫെർട്ടിലൈസേഷൻ, സ്പേം വരികയാണെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓവം റിലീസായി, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഫെർട്ടിലൈസ്ഡ് ആവുകയാണെങ്കിൽ അതിപ്പോ ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് യൂട്രസിൽ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, കോർപ്പസ് ലൂട്ടിയം ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്റ്റിറോൺ എന്ത് ചെയ്യും, സെക്രറ്റ് ചെയ്യും. ഈ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്താണ്, നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. അതാണ് നമ്മുടെ എൻഡോമെട്രിയത്തിനെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. എൻഡോമെട്രിയം എന്ന് പറയുന്നത് യൂട്രസിന്റെ ഇന്നർ ലെയർ ആണ്. Such an endometrium is necessary for implantation of the fertilized ovum and other events of pregnancy. അപ്പോൾ അത്തരത്തില് എൻഡോമെട്രിയത്തിനെ അത്രയും സ്യൂട്ടബിൾ ആക്കി നിർത്തിയാൽ മാത്രമാണ് എംബ്രിയോ എന്ത് ചെയ്യുക, ആ ഒരു ഫീറ്റസ്
അല്ലെങ്കിൽ ഈ ഒരു സൈഗോട്ട്, ഫീറ്റസ് എന്ന് പറയാൻ പറ്റത്തില്ല, സൈഗോട്ട് അല്ലെ, കാരണം എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് വരുന്ന അതിനെന്താണ്, ഒരു സിംഗിൾ സെല്ലാണ്, അത് സൈഗോട്ടാണ്. ആ സൈഗോട്ടിനെ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ, അത് കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണമെങ്കിൽ, അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആ ഒരു യൂട്രസിൽ കൊടുക്കുന്നത് ഈ ഒരു പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം ആണ് കേട്ടോ. അപ്പൊ ഗ്രാഫിൻ ഫോളിക്കിൾസ് കോർപ്പസ് ലൂട്ടിയമാക്കി മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം കുറെ എന്ത് ചെയ്യുന്നു, പ്രൊജസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊജസ്റ്റിറോൺ ആണ് നമ്മുടെ എൻഡോമെട്രിയത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസിക്കും അതിന്റെ ബാക്കിയുള്ള ഇവന്റ്സ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും സ്യൂട്ടബിൾ ആയിട്ട് നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്ത്, പ്രഗ്നൻസി ആയിട്ടുള്ള സമയത്ത് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇവന്റ്സ് എല്ലാം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആയിരിക്കും. അത് മെൻസ്ട്രൽ സൈക്കിളിന്റെ കാര്യങ്ങളൊന്നും തന്നെ പ്രഗ്നൻസി പീരീഡിൽ നടക്കത്തില്ല. അപ്പൊ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഈ ഒരു ഏതാണ് നമ്മൾ പറഞ്ഞ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് എബൌട്ട് ഒരു 14 days ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ, ഒരു പക്ഷേ ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആ സൈഗോട്ട് നേരെ എന്ത് ചെയ്യുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് നേരെ വന്ന് നമ്മുടെ യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ ഫർദർ ഡെവലപ്മെന്റ് നടക്കുന്നു, പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു പീരീഡ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് എന്ത് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഇത്രയും പ്രൊജസ്റ്റിറോണും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ എൻഡോമെട്രിയം ഒക്കെ പ്രൊലിഫറേഷൻ ഒക്കെ നടത്തി അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലെ. അപ്പോൾ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് പോകും. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ ആ ഒരു ലെയറും എല്ലാം കൂടെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീജനറേറ്റ് ചെയ്തിട്ട് വജൈന വഴി പുറത്തോട്ട് പോകുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ 14th day കഴിയുമ്പോൾ 14 days കൂടെ കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഫെർട്ടിലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഓവം വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും, എൻഡോമെട്രിയം എല്ലാം കൂടെ വജൈന വഴി പുറത്തോട്ട് റിലീസ് ചെയ്യും. ആ വജൈന വഴി റിലീസ് ചെയ്യും. അതാണ് സെക്കൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. അടുത്ത ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ 10 to 17 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഫെർട്ടൈൽ പീരീഡ് ആണ്. കാരണം ഈ ബാക്കിയുള്ള ഡേയ്സൊക്കെ സേഫ്റ്റി പീരീഡ്. കാരണം ഈ 10 to 17 days സെക്ഷൽ കോൺടാക്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ, പ്രഗ്നന്റ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, ഫെർട്ടൈൽ ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സമയം സേഫ്റ്റി പീരീഡ്സും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പിക്ചർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു 1 to 28 or 29 വരെയുള്ള ഒരു ഡേയ്സിന് ഒരു ചാർട്ടാണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് 14th days നമുക്കറിയാം ഒരു LH സർജ് നമുക്ക് കാണാൻ പറ്റും, അത്രയും പീക്ക് ലെവലിൽ കാണാൻ പറ്റും. ആ ഒരു സമയത്താണ് എന്ത് നടക്കുന്നത്, ഇതാ കണ്ടില്ലേ, ഓവറിൻ ഫോളിക്കുലർ ഗ്രാഫിൻ ഫോളിക്കുലർ റപ്ചർ ചെയ്ത് എന്തിനെ റിലീസ് ചെയ്തു, ഓവത്തിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്. അത് പിന്നെ എന്തായിട്ട് മാറി, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറി. പിന്നെ ആ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നു, ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് പിന്നെ ഒരു സ്റ്റേജിൽ കാണുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതെന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇവന്റ്സ്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബ്ലീഡിംഗ് ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ് ആണ്. സെക്കൻഡ് ഫോളിക്കുലർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ്. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഓവുലേറ്ററി ഫേസ്. ഫോർത്ത് ഫേസ് ആണ് നമ്മുടെ ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. അപ്പൊ ഇത് പഠിച്ചു വെച്ചിരിക്കുക. എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻസെമിനേഷനെ കുറിച്ചാണ്. അപ്പൊ ഇൻസെമിനേഷൻ നമുക്കറിയാം എന്തായിരുന്നു, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എന്ത് റിലീസ് ചെയ്യുന്നത്, നമ്മുടെ സെമൻ അല്ലെങ്കിൽ സ്പേംസ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഡ്യൂറിംഗ് കോപ്പുലേഷൻ സെമൻ ഈസ് റിലീസ്ഡ് ബൈ ദ പെനസ് ഇൻ ടു ദ വജൈന. അപ്പോൾ കോപ്പുലേഷൻ സെക്ഷൽ കോണ്ടാക്ടിന്റെ സമയത്ത് പെനിസ് വഴി എന്ത് ചെയ്യുന്നു, വജൈനയിലേക്ക് സെമൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ നമുക്കറിയാം സ്പേംസിന് ഭയങ്കര മോട്ടിലിറ്റി ആണ്, അവർക്ക് മോട്ടയിൽ ചലിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു, ദേ സ്വിം ആൻഡ് പാസ് ടു ദ സെർവിക്സ് വഴി എന്ത് ചെയ്യുന്നു, യൂട്രസ് വഴി പോകുന്നു. യൂട്രസ് വഴി പിന്നെ അവർ എവിടെയാണ് എത്തുന്നത്, ഫലോപ്പിയൻ ട്യൂബ്യൂളിന്റെ ആംബുലറി ഇസ്തമസ് ജംഗ്ഷനിലേക്കാണ് അവരെത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഫലോപ്പിയൻ ട്യൂബ്യൂളിന്റെ ആംബുലറി ഇസ്തമസ് ജംഗ്ഷനിലേക്ക് അവരെത്തുന്നു. അപ്പോ ഒരു പിക്ചർ ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ ഇതെന്താണ്, ഇത് യൂട്രസ് ആണ്, ഇത് സെർവിക്സ്, ഇത് വജൈന. ഓക്കെ, സെർവിക്സ് വജൈന, ഇതാണ് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോ സ്പേംസ് എങ്ങനെയാണ് വരുന്നത്, സ്പേംസ് വജൈന വഴി സെർവിക്സ് വഴി യൂട്രസ് വഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്യൂളിലേക്ക് വരികയാണ്. ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ തന്നെ ആംബുലറി ഇസ്തമസ് ജംഗ്ഷൻ ഉണ്ട്. ആംബുലയും ഇസ്തമസ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ ആംബുലറി ഇസ്തമസ് ജംഗ്ഷനിലേക്ക് ഈ സ്പേംസ് എത്തുന്ന ടൈമിലാണ് എന്ത് നടക്കുന്നത്,
ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു എഗ് എന്ത് ചെയ്യണം, ഈ ഒരു ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ ആംബുലറി ഇസ്തമസ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് സ്പേംസും എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഓവവും നമ്മുടെ ഈ ഒരു ആംബുലറി ഇസ്തമസ് ജംഗ്ഷൻ ഓഫ് ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ എത്തിയാൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ദിവസങ്ങളിലുള്ള സ്പേംസ് വരുന്നെങ്കിൽ മാത്രമാണ് എന്താവുന്നത്, ഫെർട്ടിലൈസേഷൻ കാര്യമാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൾ കോപ്പുലേഷൻ ഡസ് നോട്ട് ലീഡ്സ് ടു പ്രഗ്നൻസി, അല്ലെ. എല്ലാ കോപ്പുലേഷൻസും എന്തിന് കാരണമാകുന്നില്ല, പ്രഗ്നൻസിക്ക് കാരണമാകുന്നില്ല. കാരണം നമ്മുടെ ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ വരുന്നത്, ആംബുലർ ഇസ്തമസ് ജംഗ്ഷനിൽ വരുന്ന സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ എന്ത് സ്പേംസ് വരുമ്പോൾ മാത്രമാണ് അവിടെ എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓവം റിലീസ്ഡ് ബൈ ദ ഓവറീസ് ഓൾസോ ട്രാൻസ്പോർട്ടഡ് ടു ദ ആംബുലറി ഇസ്തമസ് ജംഗ്ഷൻ ആൻഡ് ദസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ഓവവും സ്പേംസും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. നോക്കാം. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേംസ് വിത്ത് ദ ഓവം, ഓവവും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. കേട്ടോ, സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലാണ്. അപ്പൊ ആ സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പം ഇനി പഠിക്കാനുള്ളത് എങ്ങനെയാണ് പോളിസ്പെർമി ഈസ് പ്രിവെന്റഡ്. പോളിസ്പെർമി എന്ന് പറയുന്നത് ഒരു എഗ്ഗിനെ ഒരു സ്പേം മാത്രമാണ് വന്ന് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ഒരുപാട് സ്പേംസ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, പോളിസ്പെർമി ഒരുപാട് സ്പേംസ് വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ എ സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സോണ പെലുസിഡ ലെയർ ഓഫ് ദ ഓവം. ഫെർട്ടിലൈസിന്റെ സമയത്ത് നമ്മുടെ സ്പേംസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ എഗ്ഗിന്റെ പ്ലാസ്മ മെംബ്രെയിൻ കൂടാതെ തന്നെ എഗ്ഗിന് വേറെയും ലെയേഴ്സ് ഉണ്ടാവും. ആ ലെയേഴ്സിനെ പറയുന്ന പേരാണ് സോണ പെലുസിഡ എന്ന് പറയുന്ന ലെയർ. അപ്പോൾ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് സ്പേംസ് എന്ത് ചെയ്യും, എഗ്ഗിന്റെ സോണ പെലുസിഡ എന്ന് പറയുന്ന ഒരു ലെയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു സോണ പെലുസിഡ എന്ന് പറയുന്ന ലെയറിൽ കുറച്ച് എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാവും. അവരുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ സംഭവിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഒരുപാട് സ്പേംസ് അവിടെ വന്ന് ഫെർട്ടിലൈസ് ചെയ്യാതെ ഓൺലി വൺ സ്പേം മാത്രമാണ് വന്ന് എവിടെ ഫെർട്ടിലൈസ് ചെയ്യുന്നത്, എഗ്ഗിനെ വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സ്പേംസിന്റെ ഹെഡിൽ അക്രോസോം ഉണ്ട്, അക്രോസോമിനുള്ളിൽ ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ആണ് എന്തിനെ സഹായിക്കുന്നത്, സോണ പെലുസിഡ എന്ന് പറയുന്ന ലെയർ ഒക്കെ പെനിട്രേറ്റ് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിനൊക്കെ പെനിട്രേറ്റ് ചെയ്ത് അതിന്റെ സൈറ്റോപ്ലാസത്തിലൂടെ പോയി ആ ഓവത്തിനുള്ളിലുള്ള ന്യൂക്ലിയസിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആ സ്പേംസിന്റെ അവിടെ കാണപ്പെടുന്ന എന്താണ്, എൻസൈംസ് ആണ്, അക്രോസോമിൽ കാണുന്ന എൻസൈംസ് ആണ്. This induces the completion of meiotic division of the secondary oocyte. അപ്പൊ ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് പോളാർ ബോഡി ഒക്കെ എന്ത് ചെയ്യുന്ന ആസ് എ റിസൾട്ട് ഫോർമേഷൻ ഓഫ് സെക്കൻഡ് പോളാർ ബോഡി ഒക്കെ ഫോം ചെയ്ത് അതിനുള്ളിൽ ഹാപ്ലോയിഡ് എഗ് ഒക്കെ ഉണ്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഗോട്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എന്താണ്, സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമും ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗും കൂടെ ചേരുമ്പോൾ എന്തുണ്ടാവുന്നു, 46 ആയിട്ടുള്ള ഡൈപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ സൈഗോട്ടിന്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 46 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു പ്രോസസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഭാഗം കൂടെ പഠിക്കാം. അപ്പോൾ താങ്ക് യു.